Good morning. Today we are going to discuss about World Trade Organization and Indian agriculture. I think you all had heard about World Trade Organization or WTO. So, what is the impact of WTO on Indian agriculture sector? That is the topic we are going to discuss. So, you all know that the WTO or World Trade Organization, it is a successor of GATT or General Agreement on Tariff and Trade, which was established in 1947. So, this GATT was established in 1947 for facilitating trade between the countries. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ട്രേഡ് നടത്തുന്നതിന് വേണ്ടി 1947 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് GATT. So this GATT was succeeded by WTO. WTO ആണ് GATTന് ശേഷം പുതിയ രൂപത്തിൽ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് നിലവിൽ വന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ഇന്ത്യൻ അഗ്രികൾച്ചറും എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So the General Agreement on Tariff and Trade, GATT, that was established in 1947 and it had held 8 rounds. And it had held 8 meetings or 8 rounds. And this WTO agreement on agriculture is known as International Treaty. ഇപ്പോൾ അഗ്രികൾച്ചറിൽ ഉള്ള WTOൻ്റെ എഗ്രിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർനാഷണൽ ട്രീറ്റി. ദിസ് ഈസ് വൺ ഓഫ് ദ മെയിൻ എഗ്രിമെൻറ്റ് which was negotiated during the Uruguay round, and in that round about 123 countries participate. So the agreement on agriculture, WTO's agreement on agriculture is known as International Treaty, and this was one of the main agreement that was initiated or negotiated during the Uruguay round. അപ്പോൾ ഉറുഗ്വേ റൗണ്ടിൽ വെച്ച് ഉണ്ടാക്കിയെടുത്തൊരു പ്രധാനപ്പെട്ട അഗ്രികൾച്ചറിൽ ഉണ്ടാക്കിയെടുത്ത ഒരു എഗ്രിമെൻ്റാണ് WTOയുടെ എഗ്രിമെൻ്റാണ് ഇൻ്റർനാഷണൽ ട്രീറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഉറുഗ്വേ റൗണ്ടിലാണ് ഇത് WTOയുടെ ഈ ഉറുഗ്വേ റൗണ്ടിൽ വെച്ചിട്ടാണ് ഈ നെഗോഷിയേഷൻ നിലവിൽ വരുന്നതും. ഏകദേശം 123 രാഷ്ട്രങ്ങൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു, ഈ ഉറുഗ്വേ റൗണ്ടിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. സോ ഈ WTOൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് WTO ലോസ് ആർ പ്രൊമോട്ടിംഗ് ഫ്രീ ആൻഡ് ലിബറൽ ട്രേഡ്. WTOയുടെ നിയമങ്ങളുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടിംഗ് ഫ്രീ ആൻഡ് ലിബറൽ ട്രേഡ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫ്രീ ട്രേഡ് ലിബറൽ ട്രേഡും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ ഫ്രീ ട്രേഡും ലിബറൽ ട്രേഡും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. പക്ഷേ ദിസ് കോൺസെപ്റ്റ് ഈസ് മിസ്യൂസ്ഡ്. ഈ കോൺസെപ്റ്റ് കൃത്യമായ രീതിയിലല്ല ഉപയോഗിക്കപ്പെടുന്നത്, ദുരുപയോഗപ്പെടുത്തുകയാണ്. So the exporting countries, they began to start dumping their products into the importing countries, and that has resulted a serious threat to the economy of developing countries, especially to the agriculture of India. ഫ്രീ ട്രേഡും ലിബർ ട്രേഡും പ്രോത്സാഹിപ്പിച്ചപ്പോൾ, വളരെ ഉദാരവൽക്കരണ രീതിയിലുള്ള ട്രേഡും ഉദാരമായ ട്രേഡും ഫ്രീ ട്രേഡും പ്രോത്സാഹിപ്പിച്ചപ്പോൾ എന്തായത്, ഈ എഗ്രിമെൻറ്റ് വളരെയധികം മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും അതിൻ്റെ ഫലമായി പല രാഷ്ട്രങ്ങളെയും പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് നേഷൻസിനെ അത് വളരെ മോശമായി ബാധിക്കുകയും ചെയ്തു. അപ്പം എന്താ സംഭവിച്ചത്, ദ എക്സ്പോർട്ടിംഗ് കൺട്രീസ് ദേ ബിഗാൻ ടു ഡംപ് പ്രോഡക്ട്സ് ഇൻ ടു ദ ഇമ്പോർട്ടിംഗ് കൺട്രീസ്. അപ്പോൾ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, എക്സ്പോർട്ടിംഗ് കൺട്രീസ് പ്രോഡക്ട്സ് വളരെയധികം കൊണ്ട് ഇമ്പോർട്ടിംഗ് കൺട്രീസിലേക്ക് ഡംപ് ചെയ്യാൻ തുടങ്ങുകയും അതിൻ്റെ ഫലമായി ദാറ്റ് വാസ് എ threat to the economy of developing countries, especially to the agriculture sector of India. അപ്പോൾ അത് എന്തായി, that became a threat to the developing countries. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഒരു ത്രെട്ട് ആവുകയും പ്രത്യേകിച്ചും ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടറിന് വളരെ വലിയൊരു ഭീഷണിയാവുകയും ചെയ്തു. കാരണം അവർ എക്സ്പോർട്ടിംഗ് കൺട്രീസ് ദേ ബിഗാൻ ടു എക്സ്പോർട്ട് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കമോഡിറ്റീസ് ഇൻ ടു ദ ഇമ്പോർട്ടിംഗ് കൺട്രീസ്, ആൻഡ് ആസ് എ റിസൾട്ട് ദാറ്റ് ഹാസ് പോസ്ഡ് എ ത്രെറ്റ് ടു ദ അഗ്രികൾച്ചർ സെക്ടർ ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ അഗ്രികൾച്ചർ സെക്ടറിന് അതൊരു വലിയൊരു ഭീഷണിയായി തീരുകയും ചെയ്തു. അപ്പോൾ ഗാട്ടിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ പറയാം. GATT മീൻസ് ജനറൽ എഗ്രിമെൻറ്റ് ഓൺ Tariff and Trade, and that was formed in 1947 and it lasted till 1994. So it was formed in 1947 and it has lasted till 1994, and it was replaced by WTO in WTO. It was later replaced by WTO. So on January 1st 1948 the agreement was signed by 23 countries,
ആൻഡ് ഇറ്റ് ഹാസ് ഹെൽഡ് 8 റൗണ്ട്സ്. അപ്പം ജനുവരി 1, 1948 23 കൺട്രീസ് ഇതിലേക്ക് സൈൻ ചെയ്യുകയും അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയും ഏകദേശം 8 റൗണ്ടുകൾ ഗാട്ട് നടത്തുകയും ചെയ്തു. പിന്നീടാണ് 1994 വരെ ഗാട്ടാണ് നിലവിലുണ്ടായിരുന്നത്. പിന്നീടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WTO ഫോം ചെയ്യുന്നത്. സോ ദിസ് WTO വാസ് ബോൺ ഔട്ട് ഓഫ് ദ ഗാട്ട്. ഗാട്ടിൽ നിന്ന് ഉണ്ടായതാണ് ഏതെന്ന് പറയുന്നത് ഈ WTO, ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് WTO ഈസ് അറ്റ് ജനീവ അറ്റ് സ്വിറ്റ്സർലൻഡ്. ജനീവ, സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ആൻഡ് ഇറ്റ് വാസ് ഫോംഡ് ഇൻ 1st January 1995 ആൻഡ് ഇറ്റ് ഹാസ് എ മെമ്പർഷിപ്പ് ഓഫ് 164 മെമ്പേഴ്സ്. ഇപ്പോൾ 164 മെമ്പേഴ്സ് ഉണ്ട്, 153 അല്ല. 164 മെമ്പർ സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി $163 മില്യൺ ആണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഏകദേശമാണ്, അപ്രോക്സിമേറ്റ്ലി ആണ് 163 മില്യൺ അതിനേക്കാൾ കൂടുതലുണ്ടാവും. അപ്പം 153 മെമ്പേഴ്സ് അല്ല ഇപ്പോൾ ഉള്ളത്, 164 മെമ്പേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. 1st January 1995 രൂപീകരിച്ചത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലെ ജനീവ ആണ്. ഓക്കെ, സോ ദിസ് WTO was existing till 1994. Later this WTO was replaced by GATT was GATT was established in 1947 and later this GATT lasted till 1994 വരെയാണ് GATT നിലനിന്നിരുന്നത്. Later this GATT was replaced by WTO in 1995 1st January and there are about 164 members now in WTO and it has a budget of more than $163 million approximately. So this WTO is an international organization which is designed to supervise and liberalize international trade. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസ് ആൻഡ് ലിബറലൈസ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡിനെ സൂപ്പർവൈസ് ചെയ്യുക, അതിനെ ഏകോപിപ്പിക്കുക, അതിൻ്റെ മേൽനോട്ടം വഹിക്കുക, മാത്രമല്ല അതിനെ ലിബറലൈസ് ചെയ്യുക, ഉദാരവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ WTOൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. ദർ ആർ നൗ about 164 members and it is representing more than 95% of വേൾഡ് ട്രേഡ്. വേൾഡ് ട്രേഡിൻ്റെ മൊത്തം 95% കൂടുതൽ റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഏകദേശം 164 മെമ്പേഴ്സും ഉണ്ട് ഈ WTOയിൽ ഇപ്പോൾ. അപ്പോൾ WTOൻ്റെ പർപ്പസാണ് നമ്മളിനി പറയാം, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ. സോ WTO ഈസ് ടു എൻഷുർ ദാറ്റ് ഗ്ലോബൽ ട്രേഡ് കമൻസസ് സ്മൂത്ത്ലി, ഫ്രീലി ആൻഡ് പ്രഡിക്റ്റബിളി. WTOൻ്റെ ഒരു പ്രധാനപ്പെട്ട പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു എൻഷുർ ദാറ്റ് ഗ്ലോബൽ ട്രേഡ് കമൻസസ് സ്മൂത്ത്ലി, ഫ്രീലി ആൻഡ് പ്രഡിക്റ്റബിളി. ഗ്ലോബൽ ട്രേഡ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര വാണിജ്യം വളരെ സ്മൂത്തായിട്ട്, വളരെ ഫ്രീ ആയിട്ട്, വളരെ കൃത്യമായിട്ട് നടക്കുന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത്, എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. ടു എൻഷുർ ദാറ്റ് ഗ്ലോബൽ ട്രേഡ് കമൻസസ് സ്മൂത്ത്ലി, ഫ്രീലി ആൻഡ് പ്രഡിക്റ്റബിളി. അതായത് ഗ്ലോബൽ ട്രേഡ് വളരെ സ്മൂത്തായിട്ട്, വളരെ ഫ്രീ ആയിട്ട്, വളരെ സ്മൂത്തായിട്ട് കൃത്യമായ രീതിയിൽ നടക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത്. ട്രാൻസ്പെറൻസി ഇൻ ട്രേഡ് പോളിസീസ്. ട്രേഡ് നടപടികളിൽ സുതാര്യത ഉറപ്പുവരുത്തുക. ട്രാൻസ്പെറൻസി ഇൻ ട്രേഡ് പോളിസീസ്, ദാറ്റ് ഈസ് ദ അനദർ പർപ്പസ് ഓഫ് WTO. ദെൻ വർക്ക് ആസ് ആൻ ഇക്കണോമിക് റിസർച്ച് ആൻഡ് അനാലിസിസ് സെൻറ്റർ. എന്തായിട്ട് വർക്ക് ചെയ്യുക? എക്കണോമിക് റിസർച്ചിനും അനാലിസിസിനും, സാമ്പത്തിക ഗവേഷണങ്ങൾക്കും വിശകലനത്തിനുമുള്ള ഒരു സെൻറ്ററായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും പർപ്പസസ് ആയിട്ട് പറയുന്നത്. ടു എൻഷുർ ദാറ്റ് global trade is commencing smoothly, freely and predictably. Then to ensure transparency in trade policies. Then to work as an economic research and analysis center. These are the main objective of or purposes of WTO. Now we are going to discuss about our topic WTO and Indian agriculture. So what about WTO in Indian agriculture? So we know that the Uruguay round, after 7 years of negotiations in the Uruguay round, so many trade negotiations were concluded on December 1993. അപ്പം ഈ ഉറുഗ്വേ റൗണ്ടിന് ശേഷം ധാരാളം നെഗോഷിയേഷൻസൊക്കെ ഡിസംബർ 1993 ധാരാളം നെഗോഷിയേഷൻസ്, അനുരഞ്ജന ശ്രമങ്ങളൊക്കെ നടത്തുകയും അതിനുശേഷം ഏപ്രിൽ 1994 മൊറോക്കോയിലെ മറാക്കേഷ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇതെല്ലാം റാറ്റിഫൈ ചെയ്തു, ഇതെല്ലാം അംഗീകരിക്കപ്പെട്ടു.
So after 7 years of negotiations, what has happened? The Uruguay round has എന്താണ് the Uruguay round multilateral trade negotiations were concluded on December 1993. 7 വർഷത്തെ നെഗോഷിയേഷൻസ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അനുരഞ്ജന ശ്രമങ്ങളിലൂടെ, ധാരാളം 7 വർഷത്തെ ശ്രമങ്ങളിലൂടെ ഉറുഗ്വേ റൗണ്ട് മൾട്ടിലാറ്ററൽ ട്രേഡ് നെഗോഷിയേഷൻസിന് വേണ്ടിയിട്ടുള്ള, അതായത് ട്രേഡുമായി ബന്ധപ്പെട്ട അനുരഞ്ജന ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഉറുഗ്വേ റൗണ്ട് അവസാനിച്ചത്, കൺക്ലൂഡ് ചെയ്തത് ഡിസംബർ 1993-ലാണ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ട്രേഡ് നെഗോഷിയേഷൻസ്, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ട്രേഡ് അനുരഞ്ജനങ്ങൾ, അവർ തമ്മിലുള്ള ട്രീറ്റീസ്, അവർ തമ്മിലുള്ള ആ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനുള്ള, അല്ലെങ്കിൽ അത് നെഗോഷിയേറ്റ് ചെയ്ത് അത് അംഗീകരിക്കാനുള്ള ആ ഒരു തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ആ നെഗോഷിയേഷൻസ് ഏകദേശം ഡിസംബർ 1993 വരെ കണ്ടിന്യൂ ചെയ്യുകയും അതിനുശേഷം അവസാനം ഏപ്രിൽ 1994 മൊറോക്കോയിലുള്ള മർക്കറാഷ് എന്ന് പറയുന്ന മറാക്കേഷ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് റാറ്റിഫൈ ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തു. സോ these Uruguay negotiations were concluded in December 1993 and they were ratified at Marrakesh, മൊറോക്കോയിലുള്ള മറാക്കേഷ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് റാറ്റിഫൈ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അതിൽ പ്രധാനപ്പെട്ട ഒരു എഗ്രിമെൻ്റാണ് എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ was one of the main agreement which was negotiated during the Uruguay round. അങ്ങനെ ഉറുഗ്വേ റൗണ്ടിൽ അംഗീകരിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ. WTO എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ വാസ് വൺ ഓഫ് ദ മെയിൻ എഗ്രിമെൻറ്റ്സ് വിച്ച് വാസ് ക്രിയേറ്റഡ് ഡ്യൂറിങ് ദ ഉറുഗ്വേ റൗണ്ട്. അപ്പോൾ അങ്ങനെ ഉറുഗ്വേ റൗണ്ടിൽ അംഗീകരിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നെഗോഷിയേഷൻ ആയിരുന്നു ഏതാണ്? എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ. ഒരു പ്രധാനപ്പെട്ട എഗ്രിമെൻ്റ് ആയിരുന്നു എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ. So with the introduction of WTO, Indian economy has undergone a tremendous change. So with the coming of WTO, there were so many changes, tremendous changes in Indian economy also. അപ്പോൾ WTO വന്നതിന് ശേഷം ഇന്ത്യൻ ഇക്കോണമിയിൽ ധാരാളം മാറ്റങ്ങളുണ്ടായി. നമ്മൾ പറഞ്ഞു എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ പറഞ്ഞില്ലേ, WTO എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ വാസ് നെഗോഷിയേറ്റഡ് ഡ്യൂറിങ് ദ ഉറുഗ്വേ റൗണ്ട് and it has great impact on Indian agriculture and it was really felt by India many times. അപ്പം ഈ എഗ്രിമെൻറ്റിന് ഓൺ അഗ്രികൾച്ചറിലുള്ള എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ, WTOയുടെ ഈ എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ സോ മെനി ഇമ്പാക്റ്റ് ഓൺ ഇന്ത്യൻ അഗ്രികൾച്ചർ. ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് ധാരാളം ഇമ്പാക്റ്റ് ഉണ്ടായി. അത് വി ഹാവ് ഫെൽറ്റ് ദാറ്റ് സോ മെനി ടൈംസ്. അത് പല പ്രാവശ്യവും നമുക്ക് അനുഭവവേദ്യമാകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ അഗ്രികൾച്ചറിനെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്നുള്ളത് നമ്മൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ദ കോമ്പറ്റേറ്റീവ് അഗ്രികൾച്ചറൽ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞ ഒരു അതിനകത്തുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് നോട്ട് കറക്റ്റ്. പിന്നെ അഗ്രികൾച്ചർ എക്സ്പോർട്സ് വാസ് ഡോമിനേറ്റഡ് ബൈ ഫ്യൂ ലാർജ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആൻഡ് ട്രേഡിംഗ് ഏജൻസീസ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ ഒരു പ്രൊവിഷനായിരുന്നു കോമ്പറ്റേറ്റീവ് അഗ്രികൾച്ചർ മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അത് ശരിയായിട്ടില്ല, അത് കറക്റ്റ് അല്ലായിരുന്നു. അതായത് കാർഷിക മേഖലയിലെ പ്രോഡക്ട്സിന് നല്ല കോമ്പറ്റേറ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കറക്റ്റായിട്ടില്ല. പിന്നെ അഗ്രികൾച്ചർ എക്സ്പോർട്ട്, അതായത് കാർഷിക മേഖലയിലുള്ള എക്സ്പോർട്ട് പ്രധാനമായിട്ടും ആരുടെ കയ്യിലായിരുന്നു? കുറച്ച് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഏജൻസിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ആ രണ്ട് പ്രശ്നങ്ങൾ നമ്മൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ അഗ്രികൾച്ചറിൽ പറയും. അഗ്രികൾച്ചർ എക്സ്പോർട്ട് പ്രധാനമായിട്ട് ഡോമിനേറ്റ് ചെയ്തത് ലാർജ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആയിരുന്നു. വലിയ ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെ കയ്യിലായിരുന്നു, ട്രേഡിംഗ് ഏജൻറ്റുകളുടെ കയ്യിലായിരുന്നു കാർഷിക മേഖലയിലെ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ വളരെ ചീപ്പായിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. കാരണം മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രോഡക്ട്സ്, അഗ്രികൾച്ചർ പ്രോഡക്റ്റ് വളരെ ചീപ്പായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്ത്യൻ മാർക്കറ്റിനെ അത് ബാധിക്കും. കാരണം നമ്മുടെ പ്രോഡക്ട്സിന് ഡിമാൻഡ് ഉണ്ടാവില്ല, അല്ലേ? അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കര ഷോക്സ് ഉണ്ടാക്കുന്ന രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ വളരെ മോശമായ രീതിയിൽ ഇത് ബാധിച്ചു. കാരണം ചീപ്പ് ഇമ്പോർട്ടാണ്, വളരെ ചീപ്പായിട്ട് കമോഡിറ്റീസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ അഗ്രികൾച്ചർ സെക്ടറിലെ കമോഡിറ്റീസ് വളരെ കുറഞ്ഞ പ്രൈസിന് ലഭിക്കും. അതേസമയം അവരുടെ കമോഡിറ്റീസ്, ഇമ്പോർട്ട് ചെയ്യുന്ന കമോഡിറ്റീസ് കുറഞ്ഞ പ്രൈസിന് ലഭിക്കും. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചർ പ്രോഡക്ട്സിനെ ബാധിക്കുകയും ചെയ്തു. അപ്പം അത് ഈ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ WTO പോളിസീസിൻ്റെ വേറൊരു ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അൺഡെമോക്രാറ്റിക് ആയിരുന്നു. ബിക്കോസ് ദ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഡ്യൂറിങ് നെഗോഷിയേഷൻസ്. വേറൊരു ഇഫക്റ്റ് WTOൻ്റെ പോളിസീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അൺഡെമോക്രാറ്റിക് ആയിരുന്നു. ജനാധിപത്യം
പരമായിട്ടുള്ള ഒരു പോളിസീസും അല്ലായിരുന്നു. കാരണം അവരുടെ നെഗോഷിയേഷൻസ്, അവർ വെച്ചിരുന്ന ഈ ഉറുഗി റൗണ്ട് പോലുള്ള നെഗോഷിയേഷൻസ് ഒരു സുതാര്യതയും ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നില്ല. ഒരു സുതാര്യത ഇല്ലായ്മയാണ്. അവർ വെച്ചിട്ടുള്ള പല നിയമങ്ങളും പല ഉടമ്പടികളും സുതാര്യത ഇല്ലായ്മയുള്ളതാണ്, സുതാര്യമായതല്ലായിരുന്നു. വളരെ കൃത്യതയില്ലാത്ത ഒരു നിയമങ്ങളായിരുന്നു നെഗോഷിയേഷൻസിൽ അവർ രൂപീകരിച്ചിരുന്നത്. അപ്പം മറ്റു പല ഫാക്ടേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ലോ പ്രൊഡക്ടിവിറ്റി ഒരു കാരണമാണ്. നമുക്ക് മറ്റു ഫാക്ടേഴ്സ് ഉണ്ടായി. അപ്പോൾ നമ്മുടെ റൈസ് മാർക്കറ്റ് ഒഴിച്ച് നമ്മുടെ ബാക്കി ഇന്ത്യയിലെ പ്രത്യേകിച്ച് നമുക്ക് ബാക്കി മേഖലകളിലെല്ലാം പ്രൊഡക്ടിവിറ്റി കുറവായിരുന്നു. ബാക്കി സെക്ടേഴ്സിലല്ല. റൈസ് പ്രൊഡക്ടിവിറ്റി ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെ കാര്യത്തിൽ ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മൾ വളരെ ചെറിയൊരു ഫോഴ്സായിരുന്നു. കാരണം ബാക്കിയൊന്നും നമ്മൾ വല്ലാണ്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല, നമ്മളെ പ്രൊഡക്ടിവിറ്റി കുറവാണ്. അപ്പോൾ റൈസിൻ്റെ കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യ was a negligible force. India was a weak force. Thus, this WTO agreement on agriculture has both negative as well as positive impact on Indian agriculture. ഇപ്പോൾ ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഈ WTOയുടെ എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്നതിന് ആ എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ ആ നെഗോഷിയേഷന് വളരെയധികം പോസിറ്റീവ് ഇഫക്ട്സും നെഗറ്റീവ് ഇഫക്ട്സും ഉണ്ടായിരുന്നു. ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് പോസിറ്റീവ് ഇഫക്ട്സ് ആസ് വെൽ ആസ് നെഗറ്റീവ് ഇഫക്ട്സ് ഫോർ അഗ്രികൾച്ചർ സെക്ടർ ഇൻ ഇന്ത്യ. That is, we know that still about 70% of the people are dependent on agriculture directly or indirectly. So, the overall export as well as import of agriculture commodities are directly or indirectly depends on WTO laws. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ 70% പോപ്പുലേഷൻ നേരിട്ടോ അല്ലെങ്കിൽ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയുന്നത് നേരിട്ടോ അല്ലെങ്കിലും ഏതിനെ ആശ്രയിച്ചിരിക്കും? WTOൻ്റെ നിയമങ്ങളെ ആശ്രയിച്ചിരിക്കും. WTO പറയുന്ന അനുസരിച്ച് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് WTO norms plays a vital role in the upliftment of socio-economic conditions of rural population in India. അപ്പോൾ WTOൻ്റെ പറയുന്ന നിയമം അനുസരിച്ചാണ് നമുക്ക് നമ്മുടെ എക്സ്പോർട്ട് പോളിസീസ്, ഇമ്പോർട്ട് പോളിസീസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ അഫക്ട് ദ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് റൂറൽ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ബിക്കോസ് റൂറൽ പോപ്പുലേഷൻ ആർ ദ പ്ലെയേഴ്സ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. ദേ ആർ ദ പീപ്പിൾ ഹൂ ആർ വർക്കിംഗ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. സോ വാട്ട് എവർ പോളിസീസ് അഡോപ്റ്റഡ് ബൈ WTO in agriculture sector or for the import and the export of agriculture commodities, that will automatically affect the socio-economic development of this rural population. അപ്പോൾ അവരുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷനെ, പാവപ്പെട്ട ജനങ്ങളുടെ, ഗ്രാമീണ ജനങ്ങളുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷനെ സ്വാഭാവികമായിട്ടും ഈ WTOൻ്റെ നോംസ് ബാധിക്കും. Actually, it will directly or indirectly, the WTO laws will directly or indirectly affect the Indian economy. So, during the last 50 years, we can see that there has been so many changes in the Indian agriculture sector during the last 50 years. അപ്പം there were so many factors which has resulted in these changes. അപ്പോൾ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൽ കഴിഞ്ഞ 50 വർഷങ്ങളിലുണ്ടായ മാറ്റങ്ങളുണ്ടായിട്ട് 50 വർഷത്തിൽ പല മാറ്റങ്ങൾ, ആ പല മാറ്റങ്ങൾക്കും പല ഫാക്ടേഴ്സാണ് പല ഘട്ടങ്ങളിൽ കാരണമായിട്ട്. പല ഘടകങ്ങളാണ് ഈ മാറ്റങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതായത് ഉദാഹരണത്തിന് നമ്മൾ 1950s and 60s പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലാൻഡ് റിഫോംസ് ഉണ്ടായി. ആ ലാൻഡ് റിഫോംസ് ഉണ്ടായതാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൽ മാറ്റങ്ങൾ ഉണ്ടായത്. പിന്നീട് അത് കഴിഞ്ഞ് നമുക്ക് പറയാം 60s ശേഷം നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായി. ഗ്രീൻ റെവല്യൂഷൻ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് കോസ്റ്റ് ചേഞ്ചസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ഇറിഗേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറിലും ഔട്ട്പുട്ട് ഗ്രോത്തിലും ഒക്കെ വളരെ മാറ്റങ്ങളുണ്ടാക്കിയ കാരണങ്ങളാണ്. അതിനുശേഷം 1970s ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ദാറ്റ് വാസ് അനദർ റീസൺ ഫോർ മെനി ചേഞ്ചസ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. 1970s നമുക്ക് അഗ്രികൾച്ചർ സെക്ടറിൽ മാറ്റം ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ടെക്നോളജിക്കൽ ചേഞ്ചസ് ഉണ്ടായി. 1980s ശേഷം 1980s ഉണ്ടായെന്ന് വെച്ചാൽ ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് സ്പ്രെഡ് ടു ഡിഫറെൻറ്റ് മെനി ഏരിയാസ് ആൻഡ് ക്രോപ്സ്. ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായത് 1970s വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയ അഗ്രികൾച്ചർ സെക്ടറിൽ മാറ്റം ഉണ്ടാക്കിയെങ്കിൽ ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് മറ്റു ക്രോപ്പുകളിലേക്കും മറ്റു ഏരിയയിലേക്കും പടർന്നു പോയത് ആണ് 1980s ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനുള്ള കാരണം. പിന്നെ 1990s നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ്, ഈ 1995 നമുക്കറിയാം WTOൻ്റെ ഫോർമേഷൻ. അപ്പോൾ WTOൻ്റെ ഫോർമേഷനും എന്താണ് ഈ അഗ്രികൾച്ചർ സെക്ടറിന്, നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ WTO എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫോംഡ് ഇൻ 1995. ഇറ്റ് ഈസ് എ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് USA ആൻഡ് യൂറോപ്യൻ യൂണിയൻ. USAയുടെയും
യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്, ഒരു കൂട്ട് സംരംഭമാണ് ഈ WTO എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ട് 2 കമ്പോണൻസ് ആണുള്ളത്. WTOയ്ക്ക് 2 കമ്പോണൻസ് ആണ്, ട്രിം ആൻഡ് ട്രിപ്പ്. ട്രിം എന്ന് പറഞ്ഞാൽ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് എന്നും, ട്രിപ്പ് എന്ന് വെച്ചാൽ ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞ 2 കമ്പോണൻസ് ആണ് ഈ WTOയ്ക്ക് ഉള്ളത്. സോ WTO വാസ് എ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് എന്തിൻ്റെയൊക്കെ ജോയിൻറ്റ് വെഞ്ചർ ആയിരുന്നു? USA ആൻഡ് യൂറോപ്യൻ യൂണിയൻ. ആൻഡ് ഇറ്റ് ഹാസ് 2 കമ്പോണൻസ്. പ്രധാനമായിട്ട് 2 കമ്പോണൻസ് ഉണ്ട്, ട്രിം ആൻഡ് ട്രിപ്സ്. ട്രിം മീൻസ് ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ്. ട്രിപ്പ് മീൻസ് ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സും ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അങ്ങനെ 2 കമ്പോണൻസ് ആണ് WTOയ്ക്ക് ഉള്ളത്. സോ ലേറ്റർ there has been so many furor, means there has been so many chaos in Indian politics as well as in Indian industries about the future role of multinational companies in Indian economic development in the light of the agreements on TRIMS embodied in the final act of Uruguay round of multilateral trade negotiations. അപ്പോൾ നമ്മൾ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് ട്രിമ്മും ഉണ്ടെന്ന് പറഞ്ഞു, ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ട്രിപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഈ WTOൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് ട്രിമ്മിൻ്റെ രൂപീകരണത്തോടു കൂടി ഇന്ത്യയിലെ ഈ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ, പൊളിറ്റിക്കൽ നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ തന്നെ ധാരാളം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ വ്യവസായ മേഖലയിലും രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ പൊളിറ്റിക്സിലും ഒക്കെ ഈ സ്വകാര്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ ഇന്ത്യൻ പൊളിറ്റിക്സിലും ഇന്ത്യൻ ഇൻഡസ്ട്രീസിലും ക്രിയേറ്റ് ചെയ്യാൻ കാരണമായത് ഈ ഉറുഗ്വേ റൗണ്ടിന് ശേഷമുണ്ടായ ട്രിംസിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ അതുമാത്രമല്ല, ഈ ഗ്ലോബലൈസേഷൻ്റെ ഇഫക്റ്റും ധാരാളം ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്കായിട്ട് പറയും. അപ്പോൾ ട്രിപ്പുമാണ് പ്രധാനമായിട്ട് 2 കമ്പോണൻസ് എന്ന് പറയുന്നത്. ഈ ട്രിം എന്ന് വെച്ചാൽ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് എന്നുള്ളതും ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനാണ് ട്രിപ്പ് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ട്രിമ്മിൻ്റെ ഫലമായി ഉറുഗ്വേ റൗണ്ടിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ ട്രിം എന്ന് പറയുന്നത്. ഈ ഉറുഗ്വേൻ്റെ ഫൈനൽ റൗണ്ടിൽ, ഫൈനൽ ആക്ടിൽ പറയുന്നുണ്ട്, ഈ മൾട്ടിലാറ്ററൽ ട്രേഡ് നെഗോഷിയേഷനുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ട്രേഡ് നെഗോഷിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് ആണ് ഈ ട്രിം എന്ന് പറയുന്നത്. ഈ ട്രിമ്മും ഒക്കെ എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സിലും ഇന്ത്യൻ ഇൻഡസ്ട്രീസിലും ഒക്കെ വളരെ ഫാർ റീച്ചിങ് റിസൾട്ട്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല ഗ്ലോബലൈസേഷനും ഇന്ത്യയിലെ ഗ്ലോബലൈസേഷൻ്റെ ഇഫക്ട്സും നമ്മൾ ഈ അടുത്ത വർഷങ്ങളിൽ വളരെയധികം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒന്ന് കേൾക്കുക, കേട്ടിട്ട് സംശയം കൊണ്ട് ചോദിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.